എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവിൽ കൊണ്ടൊരു കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ആവശ്യമുള്ളത് 2.5 കപ്പ് അവിൽ, 3 ടേബിൾ സ്പൂൺ നെയ്യ്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തത്, കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2.5 കപ്പ് അവിൽ നല്ലതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം, പൗഡറാക്കി എടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടിച്ച അവിൽ ഇതിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അവിൽ നല്ലതുപോലെ വെള്ളം പിടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ എല്ലാം കൂടെ 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവ എത്തുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതൊരു പകുതി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. അതിനെ പിന്നെ നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കൈയെടുക്കാണ്ട് ഒന്ന് ഇളക്കി അടിയിൽ പിടിക്കാണ്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ കുറുക്കിയെടുക്കാം. അപ്പോൾ റെഡിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തട്ടി നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാണ്. അപ്പോൾ അവിൽ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ചെറി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.